കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക കൃപയിൽ ജീവിക്കുന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാലെ സഭയ്ക്കെഴുതിയ ലേഖനം അധ്യായം 6 14-ാമത്തെ വചനം: പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. കൊട ചൂടി നിൽക്കുന്ന ദൈവകൃപയുടെ തണലിൽ വസിക്കാൻ സ്വർഗം വിളിച്ചിരിക്കുന്ന ഭാഗ്യപ്പെട്ട മക്കളാണ് നാം ഓരോരുത്തരും. കൃപയുടെ കീഴിൽ വ്യാപരിക്കുക, കൃപയിൽ ജീവിക്കുക. എന്താണ് ഈ ദൈവകൃപ? കൃപയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കൃപയുടെ ഫലങ്ങൾ എന്താണ്? കൃപയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, നാം ധ്യാനിക്കുമ്പോൾ കൃപയുടെ ഒരു നിർവചനം പറയുക ഏറെ പ്രയാസമാണ്. അത് ഒറ്റ വാക്യത്തിലോ ഒരു സെന്റൻസിലോ ഒതുക്കാൻ പറ്റുന്ന ഒന്നല്ല. കൃപ എന്ന് പറയുമ്പോൾ അർഹിക്കുന്നതിനേക്കാൾ അധികമായി എനിക്ക് ലഭിക്കപ്പെടുന്നതാണ്. അത് കരുണയുടെ മറ്റൊരു വശമെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അനുവദിക്കപ്പെടുന്ന നിമിഷങ്ങളാവാം. എല്ലാറ്റിനും ഉപരിൽ ഒരു കൃപയുണ്ട്. എനിക്കും നിങ്ങൾക്കും നോക്കിക്കാണാൻ ഒരു കൃപ സ്വർഗത്തിൽ നിന്ന് പിതാവ് ഈ ഭൂമിയിലേക്ക് തന്നു. അത് യേശുക്രിസ്തുവാകുന്ന കൃപയാണ്. അവൻ്റെ കുരിശാകുന്ന കൃപയാണ്. ആ കുരിശിനെ തണലിൽ വിശ്രമിക്കാൻ, അവൻ്റെ വഴികളിൽ യാത്ര ചെയ്യാനാ കൃപയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നെയും നിങ്ങളെയും ക്ഷണിക്കുക. കൃപയുടെ സമ്പന്നത കാണപ്പെടുന്നത് കുരിശിൽ മാത്രമാണ്. നമുക്ക് കൃപ പകരാൻ വേണ്ടി കുരിശിൽ കൈവിരിച്ച അവൻ്റെ കൈയുടെ കീഴിൽ പോയി നിൽക്കാൻ സ്വർഗം വിളിക്കുന്നുണ്ട്. അതാ കൃപയിൽ ജീവിക്കുക. കൃപയ്ക്ക് കീഴിലാണ് എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ കീഴിൽ നിൽക്കാനും നിൽക്കാതിരിക്കാനുമുള്ള സാധ്യതകൾ ഏറെ ഇട്ടിട്ടുണ്ട്. അത് നിന്നെ പിടിച്ചു കെട്ടിയിട്ടില്ല, നീ നിൽക്കുന്നതിന് മുകളിലാണ്. വേണമെങ്കിൽ നിനക്കത് സ്വീകരിക്കാം. എൻ്റെ സ്വാതന്ത്ര്യമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ 9 തവണയാണ് കൃപയെക്കുറിച്ച് പറയുന്നത്. ഒരുപാട് തവണ ദൈവകൃപയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ കൃപ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഒരു ഗുണമാണ്, കർത്താവിനൊരു സവിശേഷതയാണ്, കർത്താവ് തന്നെയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം കർത്താവിൻ്റെ സവിശേഷതയാണ് കൃപയെന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ 145-ാം സങ്കീർത്തനം 8-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കും. ദാവീദ് ഏറ്റുപറയുകയാണ്, കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ദാവീദ് ദൈവജനത്തിന് കർത്താവിനെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ കർത്താവ് കൃപാലുവാണ്, കൃപ നിറഞ്ഞവനാണ്, കൃപ സമ്പന്നനാണ് എന്ന്. കർത്താവിൻ്റെ ഒരു പേരായിട്ടാണ് അവിടെ സങ്കീർത്തകൻ കർത്താവിൻ്റെ കൃപയെ വിശേഷിപ്പിച്ചിരിക്കുക. എന്നാൽ ഈ കൃപ ആരിലൂടെ എനിക്ക് എപ്പോൾ കൈവരുമെന്ന് ചോദിച്ചാൽ ഈ കൃപ എനിക്ക് കൈവരുന്നത് ക്രിസ്തുവിലൂടെയാണ്. അത് എനിക്ക് സമൂഹം ഒന്നാകെ ലഭിക്കപ്പെടുന്ന ഒന്നല്ല, മറിച്ച് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ചേർത്ത് പിടിക്കേണ്ട ഒന്നാണ് ദൈവകൃപ എന്ന് പറയുന്നത്. അത് നാം കാണും യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 17-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്. നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. യേശുക്രിസ്തു വഴി ഉണ്ടായ ദൈവകൃപ വ്യക്തിപരമായി ഞാനും നിങ്ങളും സ്വന്തമാക്കണമെന്ന് പറഞ്ഞു വയ്ക്കാൻ വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാലെ സഭയ്ക്ക് ലേഖനം 5-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തുവെന്ന ഒരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികമായി സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ കൃപ എനിക്കും നിങ്ങൾക്കും ലഭിക്കുക എന്ന് യേശുക്രിസ്തുവിലൂടെയാണ്. ഈ കൃപ യേശുവിൻ്റെ ഒരു സവിശേഷത, അല്ലെങ്കിൽ യേശു തന്നെയാണ് എങ്കിൽ അവനെ സ്വന്തമാക്കുമ്പോൾ നീ ആ കൃപയിലേക്ക് കടന്നു വരികയാണ്. ഇനി ഈ കൃപ അത് സ്വീകരിച്ചാൽ അവസാനിക്കുന്ന ഒന്നല്ല.
നിത്യതയോളം എത്തി നിൽക്കുന്ന ഒന്നാണ് ദൈവകൃപ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ പ്രവൃത്തികളെല്ലാം ദൈവകൃപ നിറഞ്ഞിരിക്കുന്ന ഒന്നാണ്. അവിടുത്തെ ഓരോ പ്രവൃത്തികളും കർത്താവിൻ്റെ കൃപ മുഴുവനും, പ്രവൃത്തികൾ മുഴുവൻ ദൈവകൃപ നിറഞ്ഞിരിക്കുന്ന ഒന്നാണ്. പൗലോസ്ലീഹ അത് നമ്മെ പഠിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിൽ നാം വായിക്കും, അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരം അനുസരിച്ചുമാണ് എന്ന് വചനം പറയുകയാണ്. നമ്മെ വിളിക്കുകയും രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അനാദികാലം മുമ്പേ ഉണ്ടായിരുന്നത് യേശുക്രിസ്തു വഴി യുഗങ്ങൾക്ക് മുമ്പേ നൽകിയ കൃപാവരത്തിൻ്റെ തോതനുസരിച്ചാണ്. കൃപ നിത്യമാണ്. നാം പലപ്പോഴും ചിലരെങ്കിലുമൊക്കെ വിചാരിക്കും, പുതിയ നിയമത്തിൽ ഒരു വഴി, പഴയ നിയമത്തിൽ മറ്റൊരു വഴി. അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ കൃപയും പഴയ നിയമത്തിൽ നിയമവുമുണ്ട്. ഉൽപ്പത്തി 9 നാം വായിക്കുന്ന ഇപ്രകാരമാണ്. നോഹയെക്കുറിച്ച് പറഞ്ഞു വയ്ക്കും, കർത്താവിൻ്റെ കണ്ണുകളിൽ കൃപ കണ്ടു നോഹയെന്ന്. ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിഴലിക്കുകയാണ് കൃപ. കൃപയുടെ, കരുണയുടെ ഭാവമുള്ള തമ്പുരാൻ്റെ കൃപ സ്വീകരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും അബ്രാഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഒരു കൃപയുണ്ട്. തെരഞ്ഞെടുപ്പുകളുടെ മേഖലകളിൽ കൃപ വെളിപ്പെടും നമുക്ക് കാണാൻ പറ്റും. ഊർ എന്ന് പറയുന്ന ദേശത്ത് അബ്രാഹാം മാത്രമല്ല, അനേകരുണ്ടായിരുന്നു. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തത് അബ്രാഹത്തെ. കൃപയാൽ വിളിക്കപ്പെട്ടു അബ്രാഹാം എന്ന് ഹെബ്രായരുടെ ലേഖനത്തിൽ പൗലോസ്ലീഹ ഓരോ പിതാക്കന്മാരെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞു വയ്ക്കുമ്പോൾ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജീവിതത്തെക്കുറിച്ച് അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി മുതൽ അവസാനം വരെ എത്തി നിൽക്കുമ്പോൾ ആരംഭം മുതൽ അവസാനം വരെ ദൈവകൃപ നിഴലിട്ട് നിൽക്കുന്ന ഒരു ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിന് പറയാനുള്ളത്. ദൈവകൃപ തൊട്ടെറിഞ്ഞ അനേകം ജീവിതങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ഞാനും നിങ്ങളും കണ്ടുമുട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഈ കൃപ നിത്യമായി നിത്യതയോളം എന്നെ എത്തിക്കുന്നതാണ്. ആ ദൈവകൃപയ്ക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഈ ദൈവകൃപയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ കൃപ ഒരു ഫ്രീ ആയി കിട്ടുന്ന ഗിഫ്റ്റാണ്. വ്യവസ്ഥകളില്ലാതെ കിട്ടുന്ന ഒരു സമ്മാനമാണ് ദൈവകൃപ. ഇത് വലിയൊരു വാർത്തയാണ്, വലിയൊരു സത്വാർത്തയാണ്. വിശുദ്ധ പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വചനത്തിൽ ഈ വലിയ സമ്മാനത്തെക്കുറിച്ച് നാം കാണും. സമ്മാനത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുമ്പോൾ എത്രമാത്രമാണ് ഗിഫ്റ്റാണെന്ന്, ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുക. ആരും ചെന്ന് പ്രത്യേകം ചോദിക്കേണ്ടതില്ല. വചനം പറയുകയാണ്, ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടണം. ദൈവകൃപ എന്നെയും നിങ്ങളെയും നീതീകരിക്കും, വിശുദ്ധീകരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ദൈവത്തിൻ്റെ ഒരു ദാനം കൂടിയാണ്. ചോദിക്കുന്നവർക്ക് ധാരാളമായി ലഭിക്കുന്ന ഒരു ദാനമാണ് ദൈവകൃപ. എളിമയോടെ നിന്നു കൊടുക്കുമ്പോൾ സ്വർഗം ചാർത്തുന്ന മകുടങ്ങളിൽ ഒന്നാണ് ദൈവകൃപ എന്ന് പറയുന്നത്. 5-മതൊരു കാര്യമുണ്ട്. ഈ ദൈവകൃപ എനിക്ക് സ്വീകരിക്കാനും നിരസിക്കാനും പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങൾ കൃപയ്ക്ക് കീഴിലാണ്. കൊടയ്ക്ക് കീഴിൽ നിൽക്കാനും നിൽക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ദൈവകൃപ സ്വീകരിക്കാനും നിരസിക്കാനും പറ്റുമെന്ന് പറയുമ്പോൾ അതും പൗലോസ്ലീഹ വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു വെക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ കൃപയെക്കുറിച്ച് ഒരുപാട് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 12-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ ഒരു മുന്നറിയിപ്പ് പൗലോസ്ലീഹ നമുക്ക് തരികയാണ്. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടരുത്. കൃപയില്ലാത്ത ജീവിതം ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. കൃപയില്ലാത്ത വ്യക്തിയെക്കുറിച്ച് മക്കബാരുടെ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കും, മ്ലേച്ഛൻ, കൃപ നഷ്ടപ്പെട്ട വ്യക്തി. അതുകൊണ്ട് തന്നെ ആ മ്ലേച്ഛ അവസ്ഥയിലേക്ക് ഒരു ദൈവജനവും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ സ്ലീഹ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഹെബ്രായരുടെ ലേഖനത്തിൽ ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിരിക്കുന്നു. അപ്പോൾ സ്നേഹം നഷ്ടപ്പെടുത്തിയെടുത്ത് കൃപയില്ല. അവിടെ കടന്നു വരിക വിദ്വേഷമാണ്.
സ്നേഹവും കൃപയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ചു വെക്കുകയാണ് ഹെബ്രായർ 12:15. കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ വ്യാപരിക്കണമെങ്കിൽ, കൃപ നമ്മിലേക്ക് വരണമെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി നമ്മൾ ജീവിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മിൽ വ്യാപരിക്കാൻ നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ജീവിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ, അതാണ് ദൈവകൃപയിൽ നമ്മളെ സമ്പന്നരാക്കുന്ന ഒന്ന്. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിലൊക്കെ നമ്മളെ പഠിപ്പിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവകൃപയിൽ വ്യാപരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾക്ക് വേണം. ആത്മാവിൽ വ്യാപരിച്ചില്ലെങ്കിൽ നമ്മളിൽ നിന്ന് കൃപ നഷ്ടപ്പെട്ടു പോവുകയാണ്. ദൈവകൃപയുടെ മറ്റൊരു സവിശേഷത, ഈ ദൈവകൃപ ലിമിറ്റുകളില്ലാത്തതാണ്, പരിമിതികളില്ലാത്തതാണ്, പരിധികളില്ലാത്തതാണ്. അതാണ് പൗലോസ് ശ്ലീഹ റോമ 5:20 പറയുന്നത്. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു, എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. കർത്താവിൻ്റെ കൃപ ലിമിറ്റുകളില്ലാത്തതാണ്. എങ്ങനെയും തൻ്റെ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെയാണ് നാം ഇവിടെ കാണുക. പരിധികളില്ലാതെ, പരിമിതികളില്ലാതെ, കണ്ടീഷനില്ലാതെ കൃപയിലേക്ക് എന്നെയും നിങ്ങളെയും മാടി വിളിക്കുന്ന ഒരു തമ്പുരാനെ കാണുന്നുണ്ട്. ദൈവകൃപയുടെ ഈ സവിശേഷതകളെല്ലാം നാം കാണുമ്പോൾ കർത്താവിനോട് യാചിക്കണം, കർത്താവേ ഈ കൃപ എനിക്ക് തരണേ. അങ്ങനെ ദൈവകൃപയുടെ സവിശേഷത തിരിച്ചറിയുമ്പോൾ ഈ കൃപ എനിക്ക് തരാൻ പോകുന്ന ബെനിഫിറ്റ്സ്, എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ പോകുന്ന ഫലങ്ങൾ എന്താണെന്ന് കൂടി നാം തിരിച്ചറിയണം. കൃപയുടെ ഫലങ്ങൾ തിരിച്ചറിഞ്ഞാലേ കൃപയ്ക്ക് വേണ്ടി ദാഹിക്കാൻ ഒരു വ്യക്തിക്ക് പറ്റൂ. ദൈവകൃപയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന വ്യക്തി മാത്രമേ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങൂ. പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ഒന്നാണ് ദൈവകൃപ എന്ന് പറയുന്നത്. കൃപയ്ക്ക് വേണ്ടി ദാഹിക്കണം. കൃപയുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് 8 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ് ദൈവകൃപയ്ക്ക് സ്വർഗം ഫലങ്ങളായി തരുന്നത്. ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, കൃപ എന്ന് പറയുന്ന ഒരു അവസ്ഥ, അല്ലെ കൃപയിൽ ജീവിക്കുമ്പോൾ എനിക്ക് കിട്ടുക രക്ഷ എന്ന് പറയുന്ന വലിയൊരു അനുഗ്രഹമാണ്. കൃപ യേശുക്രിസ്തുവെങ്കിൽ യേശുക്രിസ്തുവിൽ തന്നെ ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് രക്ഷ കടന്നു വരികയാണ്. രക്ഷ കടന്നു വരുന്നതിനെക്കുറിച്ച് പൗലോസ് ശ്ലീഹ റോമാലയ സഭയ്ക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. രക്ഷ ലഭിക്കുകയാണ്. കൃപയാൽ ജീവിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് തൻ്റെ രക്ഷ പകർന്നു കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ കാണും പൗലോസ് ശ്ലീഹ എഫേസൂസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുകയാണ്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. കൃപ എനിക്ക് തരുന്നത് അനുഗ്രഹമാണ്, രക്ഷ. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. കൃപയാകുന്ന യേശുക്രിസ്തുവിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ രക്ഷിക്കപ്പെടേണ്ട നിൻ്റെ ജീവിതം രക്ഷയിലേക്ക് ആനയിക്കാൻ സ്വർഗം ഇറങ്ങി വന്ന് കൈതന്നിരിക്കും. പ്രിയപ്പെട്ട മക്കളെ, പൗലോസ് ശ്ലീഹ വീണ്ടും നമ്മളെ പഠിപ്പിക്കും. കൊളോസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ നിങ്ങൾ ജീവിക്കുവിൻ. കർത്താവായ യേശുക്രിസ്തുവാകുന്ന കൃപയെ സ്വീകരിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും യേശുക്രിസ്തുവിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് രക്ഷ വരിക. കർത്താവിൻ്റെ കുടുംബത്തിലേക്ക്, തൃത്വ കുടുംബത്തിലേക്ക് സ്വർഗം ചേർത്ത് വയ്ക്കും കൃപയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ. എൻ്റെ ഭവനം സ്വർഗീയ ഭവനമാണ്. അതിനെ ലക്ഷ്യം വെച്ച് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുകയാണ്. കൃപയുടെ 2-ാമത്തെ ഫലമെന്ന് പറയുക, ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്ന ഒരവസ്ഥയാണ്. പരിശുദ്ധാത്മാവിനാൽ ദൈവകൃപ എന്നെ നിറയ്ക്കും. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ദൈവജനത്തെ കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. കൃപയുടെ ഫലമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറയുന്നത്. കൃപാദാനം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. എല്ലാ അത്ഭുതങ്ങളും, മറ്റൊരു പ്രധാനപ്പെട്ട സത്യമുണ്ട്, ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് കൃപയുള്ളിടത്താണ്. കൃപയുള്ള ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ചില മേഖലകളുണ്ടെങ്കിൽ കൃപ തടസ്സപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ്.
ചെറിയ കാര്യങ്ങൾ പോലും ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയും. കുഞ്ഞു കുറവുകൾ പോലും, പാപത്തിൻ്റെ ചില കൊച്ചു മേഖലകൾ പോലും ദൈവകൃപ എടുത്തു കളയും. കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നുണ്ടെങ്കിൽ അത് കൃപയാലാണ്. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും. ആ പാട്ടിൻ്റെ രണ്ടാമത്തെ ലൈൻ ഇങ്ങനെ പറയും, ഇഹലോകമൊന്നും ഒരു സുഖവും തരില്ല. കർത്താവ് മാത്രമാണ് സുഖം തരുന്നത്, കൃപ തരുന്നത്, ദാനം തരുന്നത്, ദൈവിക സൗഭാഗ്യം തരുന്നത് യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിൻ്റെ കൃപയുള്ളിടത്തെ അത്ഭുതങ്ങൾ സംഭവിക്കൂ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മ ശക്തിയുള്ളിടത്തെ അത്ഭുതങ്ങൾ സംഭവിക്കൂ. ഇനി ദൈവത്തിൻ്റെ മറ്റൊരാഗ്രഹമെന്ന് പറയുക, ഞാനും നിങ്ങളുമൊക്കെ കൃപയിൽ വളരപ്പെടണം. കൃപ എനിക്ക് കിട്ടിയാൽ അത് ഇരിക്കുകയില്ല, അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി അധ്വാനിക്കാൻ ഇറങ്ങി നിൽക്കുന്ന ദൈവകൃപയെ ഞാൻ കാണും. ദൈവകൃപയുടെ വലിയൊരു സ്നേഹത്തിൻ്റെ ഉടമ്പടി എൻ്റെ ജീവിതത്തിലുണ്ടാകും. ഞാൻ കണ്ടുമുട്ടുന്ന മേഖലകളിൽ ഞാൻ പോലും അറിയാതെ അധ്വാനിക്കുന്ന കൃപ, ദൈവകൃപ അധ്വാനിക്കുകയാണ്. അതാണ് പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയുംക്കാൾ ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. സ്വയം അധ്വാനിക്കാതെ ദൈവകൃപ അധ്വാനിച്ചെന്ന് ഏറ്റുപറയുന്ന ഒരു പൗലോസ് ശ്ലീഹായെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എത്രമാത്രം കൃപയുടെ സമൃദ്ധിയിലാണ് അദ്ദേഹം ജീവിക്കുക. അപ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, കൃപയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ജീവിതങ്ങളിൽ ദൈവകൃപ നിറഞ്ഞു നിന്ന് ദൈവകൃപ അധ്വാനിക്കാൻ തുടങ്ങും. മറ്റൊരു വലിയ അനുഗ്രഹമാണ് കൃപയിൽ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തോട് സ്വർഗം ചേർത്ത് വയ്ക്കുന്നത്. പാപത്തെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ ഉള്ള ഒരു കൃപ എനിക്ക് ലഭിക്കുകയാണ്. ഈ കൃപ എനിക്ക് ലഭിക്കുന്നത് പാപത്തെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കാനാണ്. റോമാക്കർക്കെതിരെ ലേഖനം 6-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ നാം കാണും, അതുകൊണ്ട് നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമെന്ന് ഒരിക്കലും പാടില്ല. കൃപയ്ക്ക് കീഴ്പ്പെട്ടവരായി ജീവിക്കുന്ന ജീവിതങ്ങളെയാണ് പാപത്തിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും അകറ്റി ജീവിക്കാൻ സ്വർഗം അനുഗ്രഹം കൊടുക്കുന്നത്. കൃപയോട് ചേർന്നിരുന്നാൽ പാപവഴികളിൽ നിന്ന് നമ്മൾ ഓടി മാറാൻ തുടങ്ങും. കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും. കർത്താവിൻ്റെ കൃപ നമ്മെ വഴി നടത്തുന്ന ഒരു കൃപയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കർത്താവിൻ്റെ കൃപ എന്നെയും നിങ്ങളെയും വഴി നടത്തും. പൗലോസ് ശ്ലീഹ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പറയും, സുവിശേഷ മേഖലയിൽ പ്രവർത്തിച്ച് യാത്ര ചെയ്യുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ഒരു ബലഹീനതയുടെ മേൽ അതിജീവിക്കാൻ പറ്റാതെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസ് ശ്ലീഹായെ നാം കാണും. 12-ാം അധ്യായം 2 കൊരിന്തോസ് 12-ാം അധ്യായം 7 മുതൽ വചനങ്ങളിൽ നമ്മൾ കാണുകയാണ്. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. അതെന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. കർത്താവിൻ്റെ വചനമാണ് സ്വരം പോലെ കേൾക്കുകയാ, നിനക്ക് എൻ്റെ കൃപ മതി. എന്നെ വഴി നടത്തുന്ന, എൻ്റെ സങ്കടങ്ങളിലും എൻ്റെ ബുദ്ധിമുട്ടുകളിലും എൻ്റെ വേദനകളിലും വഴി നടത്തുന്ന ദൈവകൃപയെക്കുറിച്ച് നാം ഇവിടെ കാണുകയാണ്. വീണ്ടും നമ്മൾ കാണും 7-ാമത്തെ അനുഗ്രഹമാണ്, കർത്താവ് എന്നെ കൃപ കൊണ്ട് നിറയ്ക്കുന്നത് അവിടുത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ദൈവകൃപ ഒരു വ്യക്തിയിലേക്ക് എന്തിനു വന്നിറങ്ങുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിന് അവനെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നീ ദൈവത്തോട് പ്രാർത്ഥിച്ച് കൃപ ചോദിക്കണം. ഞാനും നിങ്ങൾ സ്വർഗത്തിന് വിലപ്പെട്ടവരെങ്കിൽ സ്വർഗരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെല്ലാം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവകൃപയാൽ എന്നെ നിറയ്ക്കണമേ. കർത്താവേ, നിൻ്റെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ, നിൻ്റെ കൃപയാൽ എന്നെ പൊതിയണമേ, എൻ്റെ ജീവിതത്തെ കൃപ കൊണ്ട് അലങ്കരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാനും നിങ്ങളും പറയും, ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് എന്ന്. 8-ാമത്തെ കാര്യം, കൃപയാൽ കാത്തു സൂക്ഷിക്കപ്പെടാൻ ഒരു വിളി സ്വർഗം എനിക്ക് തരും. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും
കൃപയാൽ കാത്തു സൂക്ഷിക്കപ്പെടാൻ ഒരവസരമാണ് ദൈവം എനിക്ക് തരാൻ പോകുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ കൃപ ഇറങ്ങി നിൽക്കുകയാണ്. ചോദിക്കുന്നവർക്ക് ധാരാളമായി കൃപ ചൊരിയുന്ന തമ്പുരാനെ നമുക്ക് കാണാൻ പറ്റും. തമ്പുരാൻ്റെ സന്നിധിയിൽ ദൈവകൃപയ്ക്ക് വേണ്ടി ചോദിച്ചു പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. കർത്താവ് യൂദാസ്ലീഹയുടെ ലേഖനത്തിൽ 24-ാമത്തെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് കൃപയാൽ സൂക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കാനായിട്ട്. അവിടെ വചനം ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്: തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വഴി നമ്മുടെ രക്ഷകനായ ഏകദൈവത്തിന് സ്തുതിയും മഹത്വവും ശക്തിയും ആധിപത്യവും സർവകാലത്തിനു മുമ്പും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വചനം പറയുകയാണ് കർത്താവ് നമ്മുടെ കൃപയാൽ നയിക്കാൻ പോവുകയാണ്. കൃപയാൽ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൃപയുടെ ഒരാവരണം ഇട്ടുതരാൻ പോവുകയാണ്. കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങൾ ഈശോയോട് ചോദിക്കണം, ഈശോയെ കൃപ തരുമോ? ബലഹീനതകൾക്കപ്പുറത്ത് ദൈവകൃപ നിറയുക. സമയത്തിനും കാലത്തിനും അപ്പുറത്ത്, ദേഹത്തിനും ദേഹിക്കും അപ്പുറത്ത് ദൈവകൃപയാൽ കർത്താവ് നമ്മെ സമ്പന്നരാക്കും. ഈ ദൈവകൃപ പരിശുദ്ധാത്മ ശക്തി ആവസിച്ച നിമിഷങ്ങളാണ്. എന്നിൽ പരിശുദ്ധാത്മാവ് നിറയുന്നതാണ്. യേശു എന്നിൽ അവതരിക്കുന്നതാണ്. സ്വർഗം എൻ്റെ കൂടെ വസിക്കുന്നതാണ്. കൃപയാലുള്ള ജീവിതം തൃത്വ കുടുംബത്തിലെ അംഗമായിരിക്കുന്ന ജീവിതമാണ് കൃപയാലുള്ള ജീവിതം. അങ്ങനെയെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധത്വമേ, പിതാവായ ദൈവത്തിൻ്റെ അപ്പനായ അവിടുത്തെ മടിയിൽ, പുത്രനായ യേശുവിൻ്റെ ഹൃദയത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ ചിറകിൻ കീഴിൽ എന്നെ കാത്തുകൊള്ളണമേ. കൃപയാകുന്ന ദൈവമേ, അങ്ങ് കൃപയാണല്ലോ, എന്നെ കൃപയാൽ പൊതിയണമേ. തമ്പുരാൻ്റെ സന്നിധിയിൽ കരങ്ങൾ കുട്ടിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അവിടുന്ന് കൃപാലുവാണ്, അവിടുന്ന് കരുണാമയനാണ്. അവിടുന്ന് എനിക്ക് വേണ്ടി കൃപയാൽ എൻ്റെ ജീവിതത്തെ ചേർത്ത് പിടിക്കാൻ സ്വർഗത്തിൽ നിന്ന് തൻ്റെ പുത്രനെ അയച്ചു തന്നല്ലോ. കൃപ തന്നെയായ യേശുവിൻ്റെ കുരിശിലേക്ക് ഉറ്റുനോക്കി കൃപയ്ക്ക് വേണ്ടി യാചിച്ചു പ്രാർത്ഥിക്കാൻ, കൃപ നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ബലഹീനതകളിൽ ദൈവകൃപ ഇറങ്ങി വന്ന് അധ്വാനിക്കുന്നത് കണ്ടുകൊണ്ട് സ്വർഗത്തോടൊപ്പം യാത്ര ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, എൻ്റെ ഈ പ്രാർത്ഥന മുഴുവൻ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്തുതിയും മഹത്വവും ആരാധനയും അങ്ങേക്ക് മാത്രം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.